ഹായ്, ഹലോ. ഇനി തുടക്കം ഒരു ഡാൻസ് ആയാലോ? തുടക്കം നന്നായി ഒടുക്കം നന്നാവുന്നാണല്ലോ. ആണോ? ആവുന്ന് വിചാരിക്കുന്നു. ഒരാളെ കാണിച്ചു തരാവേ. അവള് മൊട്ടട വന്നിരിക്കാണ്. അവൾക്ക് വേറെ ഒരു സ്ഥലം കിട്ടിയില്ല. അത് കണ്ടപാടെ മോള് വന്ന് വടിയെടുത്തിട്ട് എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണെ. അപ്പൊ അമ്മ പറയുന്നുണ്ട്, അത് മൊട്ടിട്ടുണ്ടാവും മോളെ, എണീപ്പിച്ചോ, അതിനാട്ടിക്കോന്ന് പറയുന്നു. നോക്കുമ്പോ മൊട്ടയൊന്നും ഇട്ടിട്ടില്ല കേട്ടാ. അമ്മ തന്നെ വന്ന് അവസാനം പിടിക്കാൻ. അപ്പൊ ഞാന് ആളെ ഇരിക്കുമ്പോ മൂപ്പര് സ്വയം ഉണ്ടാക്കിയതാണോ ഇങ്ങനെയെന്ന് അറിഞ്ഞൂടാ. കുഞ്ഞു കുഞ്ഞു തൂവലുകൾ പൊഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവിടൊക്കെ ഒന്ന് അടിച്ചു വാരി ഒന്ന് തുടച്ചിടാന്ന് വിചാരിച്ചേ. അങ്ങനെ അതൊക്കെ ചെയ്ത് ഇന്നൊരു നൈസ് ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. കാരണം രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. മഴ പോയപ്പോ പിന്നെ ഉച്ചയ്ക്ക് ശേഷം നല്ല വെയിലായി. നോക്കി കൊണ്ടുപോയ ആള് പിന്നെയും വന്നിരുന്നിരിക്കണേ. അപ്പൊ ഞാൻ എന്തേലും ആവട്ടെ, നമ്മളിത് മുട്ടയെങ്കിലും മുട്ട, ഒരു മുട്ട കിട്ടിയാൽ ഒരു ഓംലേറ്റ് നമുക്ക് അടിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അവളെ അവിടെ ഇരുത്തിയേ. അപ്പൊ പിന്നെ മോളുണ്ടായിരുന്നില്ല, മോൾ നമ്മുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാല് ഫ്രണ്ടിൽ കുറച്ച് ഒരു ടാർപ്പായ കെട്ടാണ്ടായിരുന്നു. കാരണം മഴ പെയ്താലേ വെള്ളം മുഴുവൻ ഞങ്ങൾ സിറ്റ് ഔട്ടിലാണ് ഉണ്ടാവുക. അത് കാരണം കൊണ്ട് നമുക്ക് മഴ ശരിക്കും എന്താണ്ട് ആസ്വദിക്കാൻ പറ്റില്ല. ഈ എന്താ പറയാ, റീൽസിൽ ഇതിലൊക്കെ കാണുന്ന പോലെ മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷിന്റെ സംഗീതം എന്നൊക്കെ പറയണ പോലെ ആഹാ അന്തസ്. ആ ഒരു സംഭവം ഇതുവരെ എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം മഴ പെയ്യുമ്പോ മഴ കാണാൻ വേണ്ടി ഉമ്മറത്ത് വന്ന് മൊത്തം വെള്ളമായിരിക്കും. മോള് ചെറിയ കുട്ടിയൊക്കെ ആവുമ്പോ നല്ല വഴുക്കി വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാല് ഇപ്പൊ 2-3 കൊല്ലമായിട്ട് ഞാൻ ഈ മഴക്കാലം ആവുമ്പോ ഫ്രണ്ടില് ടാർപ്പായ വലിച്ച് കെട്ടലുണ്ട്. അപ്പൊ പിന്നെ സുഖാണ്, വല്ലാതെ വെള്ളം ഉമ്മറത്തേക്ക് വിടലില്ല. അങ്ങനെ ഞാൻ അതൊക്കെ കെട്ടി സെറ്റാക്കി. വേറെ ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കുള്ളേ. അപ്പൊ പിന്നെ ഞാൻ തന്നെ എന്റെ ഇഷ്ടത്തിനാണ് ചെയ്തു. എനിക്ക് ഒരാളോട് കൂടി ചെയ്യുന്നേക്കാളും ഇഷ്ടം ഒറ്റയ്ക്ക് ചെയ്യാനാണ്. കാരണം കൂട്ടത്തിൽ കൂടെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ, അയ്യോ അത് അങ്ങനെ ആയില്ല, അതിങ്ങനെ ആയില്ല, അത് അങ്ങനെ ചെയ്തോ, ഇത് ഇങ്ങനെ ചെയ്തോ എന്നങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണത്. ചിലപ്പോ ഞാൻ ചെയ്യാൻ വിചാരിച്ചത് തന്നെയാ ആള് വായോണ്ട് പറയാ. പറഞ്ഞു കേട്ടാ അപ്പൊ ഞാൻ നേരെ തിരിയും. അപ്പൊ ഞാൻ ചെയ്യാന്ന് വിചാരിച്ചുള്ളത് ഞാൻ നേരെ തിരിക്കും. നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ ഒരു സ്വഭാവം? എനിക്ക് ദേഷ്യം വരും പെട്ടെന്നേ. നമ്മൾ ചെയ്യല്ലോ, പറഞ്ഞോണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഞാൻ അങ്ങനത്തെ ഒരു ആളാണ്.